ഹലോ ഫ്രണ്ട്സ്, AG പ്ലസ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുർഗി ഉർഫ് ബുലാക്കി എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. मैंने ही इसके नाम रखे थे पर न जाने कौन से वक्त रखे थे. അതെ, ഞാൻ തന്നെയാണ് അവൾക്ക് ആ പേരിട്ടത്, പക്ഷേ ഏത് നേരത്താണെന്ന് അറിഞ്ഞുകൂടുന്നു. ക്യോ, എന്തുകൊണ്ട്? വഹ് ജബ് ബഡി ഹുയി, അവൾ വളർന്ന് 16 വർഷോക്കി 17 വർഷോക്കി എന്ന് പറഞ്ഞാൽ 16-17 വയസ്സായപ്പോൾ ഉസ്കോ ഗൂബ് രൂപ് ചടുകയ, അവൾ ശരിക്കും സുന്ദരിയായിരുന്നു. 16 16 17 17 രൂപ് ചഡ്ജാന മീനിങ് സൗന്ദര്യം വർദ്ധിച്ചു വരിക. മേം ദാന്തോ തലേ ജീബ് ദേക്കർ കാത്തേതി, ദാന്തോ തലേ ജീബ് ദേന മീനിങ് ആശ്ചര്യപ്പെടുക. അപ്പോൾ ഇവിടുത്തെ മീനിങ് ഞാൻ ആശ്ചര്യത്തോടെ ചോദിക്കുമായിരുന്നു. री मुर्गी एडी मुर्गी किसके कानों में पड़ेंगी और किसकी नाक में बुलाक की तरह चमकेंगी. അപ്പോൾ ഇവിടെ പറയുന്നത് നീ ആരുടെ കാതിലെ കമ്മലാകുമെന്നും ആരുടെ മൂക്കിലെ മൂക്കൂത്തിയായി തിളങ്ങുമെന്നാണ് ചോദിക്കുന്നത്. കുമാർ മുസ്കരായ, കുമാർ മന്ദഹസിച്ചു എന്ന്. മുസ്കുരാന മീനിങ് ടു സ്മൈൽ, പുഞ്ചിരിക്കുക. ബഡേ സുന്ദർ പഹാടി ഗീത് കാത്തിതി, നല്ല ഗിരിവർഗ പാട്ട് പാടുമായിരുന്നു. പഹാടി ഗീത് മീനിങ് ഗിരിവർഗ പാട്ട്. ഉടുത്തെ പഞ്ചീബി ഗഡേ ഹോ ജാത്തത്, പറന്നു പോകുന്ന കിളികൾ പോലും അവളുടെ പാട്ട് കേട്ട് നിൽക്കുമായിരുന്നു. ഫിർ, പിന്നെ. ഇസ്കെ ബാപ്പിനെ അപ്പനെ ഗാവുമേ, അവളുടെ അച്ഛൻ സ്വന്തം ഗ്രാമത്തിൽ കഹി ഇസ്ക റിസ്ത കരുതിയ, അവൾക്കൊരു ബന്ധം തരപ്പെടുത്തി കൊടുത്തുവന്നു. ഇൻ ലോകോമേ, അവരുടെ ഇടയിൽ ലഡിക്കോക്കെ റുപ്പയെ ലേത്തെ ഹെ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പണം വാങ്ങുമായിരുന്നു. ലടുക്ക അച്ചാദ, ചെറുക്കൻ കൊള്ളാമായിരുന്നു. അച്ഛ കിസിലിയ ഹോനാദ ദൂജാദ, എങ്ങനെ കൊള്ളാവുന്നവനാകും, രണ്ടാം കെട്ടുകാരനായിരുന്നു. ദൂജ ക്യാ ഹോത്താ ഹേ മാ, രണ്ടാം കെട്ടെന്ന് പറഞ്ഞാൽ എന്താണമ്മേ? ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ, ആദ്യത്തെ കെട്ടിയവൾ മരിച്ചു പോയവനെയാണ് ദൂജ എന്ന് പറയുന്നത്. ഫിർ തോ ഉസ്കി ബഹത്ത് ഉമ്ര ഹോഗി, എന്നാൽ അയാൾക്ക് ഒത്തിരി പ്രായമുണ്ടാകുമല്ലോ. ബഹത്ത് ബീതി, ഒത്തിരി ഉണ്ടായിരുന്നു. ഔർ ഉസ്മേ ഓർ ബി അവഗുണദേ, എന്നു മാത്രമല്ല വേറെ ദോഷങ്ങളും ഉണ്ടായിരുന്നു. ന ജാനെ ആംഗോമേ കൊയ് നുക്സ്ദ മുझे പൂരി തരം പതാ നഹി. അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് ശരിക്കും അറിയില്ല, കണ്ണിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. പർ ദ പൈസേവാല, പക്ഷേ പണക്കാരനായിരുന്നു. തബീത്തോ ഉസ്നെ സ്യാദ പൈസ ദിയേത്, അതാണ് അയാൾ കൂടുതൽ പണം കൊടുത്തതെന്ന്. ഫിർ, പിന്നെ. ബാപ്പിനെ ജബ് ബാത്ത് പക്കീതി, അച്ഛനെ വിവാഹക്കാരി ഉറപ്പിച്ചപ്പോൾ യഹ് രാത്ത് ഹി രാത്ത് മേ യക്ക് ഷഹരി ലടുക്കേക്ക് സാത്ത് ഭാഗയി, ഇവൾ രാത്രിക്ക് രാത്രി പട്ടണത്തിലെ ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന്. വഹ് കോൻഡ, അവൻ ഏതായിരുന്നു? നെയ്ം നേത്തോ ദേക്കാ നഹി, ഞാൻ കണ്ടിട്ടില്ല. പർ ഗൂദ് ഹി പതാത്തി ദി വഹ് ബഡ ചബീല ലടുക്കാത, പക്ഷെ നല്ല സുന്ദരനായിരുന്നു എന്ന് അവൾ പറയുമായിരുന്നു. ഹമാരെ ഇസി ഷെഹർ കാ ഹി ഹോഗ, നമ്മുടെ പട്ടണത്തിൽ തന്നെ ഉള്ളവനാണോ? ഇസി ഷെഹർ കാ ഇസി ബസ്തി കാ എന്ന് പറഞ്ഞാൽ ഈ പട്ടണത്തിൽ ഇതേ കോളനിയിലുള്ളവനെന്ന്. ബഡേ ബാസാർ മേ ജോ ഹോട്ടൽ ഹെ വഹി കാം കർത്താത കേക്ക് ബനാതാത, അവനെക്കുറിച്ച് പറയുന്നത് വലിയ ചന്തയിലെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നവനായിരുന്നു, കേക്ക് ഉണ്ടാക്കുമായിരുന്നു എന്ന്. ഫിർ, പിന്നെ. 4 മഹീനെ ഉസ്കെ സാത്ത് കിസി ഷഹർ മേ രഹി, 5-6 മാസം അവൻ്റെ കൂടെ ഏതോ പട്ടണത്തിൽ താമസിച്ചു എന്ന്. ഉസ്നെ ഗർഭനായ, അവനൊരു വീടുണ്ടാക്കി. ജോ കുച്ച് പാസ്ത ലഗാദിയ, അവൻ്റെ കയ്യിലുണ്ടായിരുന്നൊക്കെ മുടക്കിയിട്ട് അവനൊരു വീടുണ്ടാക്കി എന്നാണ് പറയുന്നത്. മോട്ടെ മോട്ടെ ചാന്ദിക്ക് കടേതേ, മോട്ടെ മോട്ടെ ചാന്ദിക്ക് കടേതേ എന്ന് പറഞ്ഞാൽ വലിയ വെള്ളി വളകളും ഗലേമേ ചാന്ദിക്ക് ജഞ്ചീർദി, കഴുത്തിൽ വെള്ളിമാലയും ഉണ്ടായിരുന്നു എന്ന്. തേരി വർഷഗാട്ട് പർ മേനെ ഇസ്കോ സോനയ്ക്ക് അങ്കൂട്ടി ദേദി, നിൻ്റെ പിറന്നാളിന് ഞാൻ അവൾക്ക് സ്വർണ്ണ മോതിരം കൊടുത്തിരുന്നു എന്ന്. വർഷഗാട്ട് മീനിങ് ബർത്ത്ഡേ. ഏക് ബാർ ബാലിയാം ദീദി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ കാതിലണിയുന്ന റിങ് നൽകിയിരുന്നു എന്ന്. ഉസ്നെ സബ് കുച്ച് ബേച്ച്കർ ഗർക്കി വസ്തുവേൻ ഖരീദി, അവനതെല്ലാം വിറ്റിട്ട് വീട്ടുപകരണങ്ങൾ വാങ്ങിയിരുന്നു. ഓർ ഫിർ, പിന്നെയോ? നെക്സ്റ്റ് പാരയിൽ എന്താ പറയുന്നത് നോക്കാം. ഫിർ കോയി ഓർ സ്ത്രീ ഉസ്കെ നസർമേ ബൈഠ് ഗയി, പിന്നെ ഏതോ ഒരു പെണ്ണ് അവൻ്റെ കണ്ണിൽ സ്ഥാനം പിടിച്ചു വന്നു. വഹ് ഇസ്കോ കിസി ഗാവുമേ, അവനവളെ ഏതോ ഗ്രാമത്തിൽ ദശഹരേക്ക മേള ദിഖാനെ കേലിയെ ലേഖയ, ദസറ ഉത്സവം കാണിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു. ഔർ രാത്രിക്കോ, രാത്രിയിൽ സരായ്മേ സോയേ ഹുയെ, അതായത് വഴിയമ്പലത്തിൽ ഉറങ്ങിക്കിടന്ന സരായിമേ സോയേ ഹുയെ കെ ആഞ്ചൽ സെ, വഴിയമ്പലത്തിൽ ഉറങ്ങിക്കിടന്ന അവളുടെ സാരി തുമ്പിൽ നിന്ന്. ഘർ കി ചാബി ഗോൽക്കർ ലേഖയ, വീടിൻ്റെ താക്കോല് അഴിച്ചെടുത്തു വന്നു. ആഞ്ചൽ മീനിങ് സാരി തലപ്പ്, ചാബി താക്കോൽ.
ഇസ്കോ വഹി സരായി മേഹി ചോട് ഗയ എന്ന് പറഞ്ഞാൽ അവളെ ആ സത്രത്തിൽ തന്നെ വിട്ടിട്ട് അവനവിടെ നിന്ന് പോയി കളഞ്ഞു എന്ന്. പേജ് നമ്പർ 68 വേർഡ് മീനിങ് മിസ്സായി പോയിട്ടുണ്ട്. അതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. വക്ത് മീനിങ് സമയം. ഉഡ്തെ പഞ്ചി ഫ്ലൈയിങ് ബേർഡ് പറക്കുന്ന പക്ഷി. റിശ്ത എന്ന് പറഞ്ഞാൽ സംബന്ധ് വിവാഹബന്ധം. ദൂജ മീനിങ് രണ്ടാം കെട്ടുകാരൻ. നുക്സ് കുറവ്. ബാത്ത് പക്കി കർണ മീനിങ് ടു കൺഫേം ആൻഡ് എൻഗേജ്മെൻറ്റ് കാര്യം ഉറപ്പിക്കുക. ബസ്തി മീനിങ് കോളനി. കട മീനിങ് ലോഹം കൊണ്ടുള്ള വള. ജഞ്ചീർ മാല. അങ്കൂട്ടി മീനിങ് റിംഗ് മോതിരം. നസർ में बैठना मीनिंग दृष्टिയിൽ ഉറയ്ക്കുക. कुमार ने अपना निचला होंठ अपने दांतों में दबाया और फिर क्रुद्ध होकर कहने लगा, इसने ढूंढा नहीं उसको. നിച്ചല ഹോണ്ട് മീനിങ് കീഴ്ച്ചുണ്ട്. ദാത്തോസെ ദബാന മീനിങ് പല്ലുകൊണ്ട് കടിച്ചമർത്തുക അല്ലെങ്കിൽ കോപം പ്രകടിപ്പിക്കുക. ഡൂണ്ട മീനിങ് അന്വേഷിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് കുമാർ കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്ന്, ഇവൾ തിരക്കിയില്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.